ഹലോ വണ്ടർഫുൾ ഗുഡ് ഈവനിങ്. നമ്മൾ യൂട്യൂബ് ലൈവ് ഇൻഡസ് വിവയുടെ 2025 ഏറ്റവും പുതിയ ബിസിനസ് പ്ലാൻ യൂട്യൂബിലെ ലൈവ് പ്രോഗ്രാമായിട്ട് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്. ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ എന്റെ ഓഡിയോ കേൾക്കാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ലൈവിൽ ചാറ്റിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻസ് കാര്യങ്ങളൊന്നും തരിക. ലൈവ് ചാറ്റിൽ ഹലോ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഓൾ. നമ്മള് ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ലൈവിൽ വരുന്നത്. അതൊരു PPT, ഒരു സ്ലൈഡ് പ്രസന്റേഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് യൂട്യൂബ് ലൈവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് യൂട്യൂബില് ലൈവ് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്നെ വിസിബിൾ ആണ്, എനിക്ക് എന്റെ ഓഡിയോ കേൾക്കാൻ വേണ്ടി ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പല മേഖലകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാവസായിക മേഖലയിലായിക്കോട്ടെ, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി, IT-യിലായിക്കോട്ടെ, മറ്റെല്ലാ സെക്ടറിലും വലിയ വളർച്ച കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. സോ നമ്മൾ ഓരോരുത്തരും മലയാളികളായ നമ്മൾ ഓരോരുത്തർ, പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 19, 2025 ഫെബ്രുവരി മാസം 19-ാം തീയതി ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരള സംസ്ഥാനത്ത് നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം, അല്ലെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻസിന്റെ ഒരു ഇനാഗുറേഷനും വെബ്സൈറ്റ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ നെല്ല് ഏതാണ് പതിര് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള അവസരം കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എനിവേ, ആ ഒരു അവസരത്തില് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് ഫവാസ് എന്നാണ്, സ്വദേശം കോട്ടയമാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പാർട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയും ആ കമ്പനിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവസരത്തെ പറ്റിയിട്ടുമാണ് ഇന്ന് യൂട്യൂബ് ലൈവിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ കമ്പനിയിൽ ഫുൾ ടൈം കരിയർ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ബിടെക് ഗ്രാജുവേറ്റ് ആണ്. എന്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് എന്റെ കരിയർ മൊത്തത്തിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ പേൾ എക്സിക്യൂട്ടീവ് എന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്നു. എന്തായാലും ഈ വൈകിയ വേളയിൽ ഒരുപാട് ആളുകൾ നമ്മുടെ യൂട്യൂബ് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ വൈകിയ വേളയിൽ മറ്റു മുഖവരകൾ ഒന്നും തന്നെ ഇല്ലാതെ എന്താണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വളരെ ബ്രീഫായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന് ചിന്തിക്കാം, എന്തുകൊണ്ടൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു അവസരത്തിന് പ്രാധാന്യം ഒന്ന് ചിന്തിക്കാം. ഈ ഒരു ഒറ്റ കാര്യം, ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, യൂട്യൂബിലെ ലൈവില് കാണാൻ പറ്റുന്നു വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ എക്സ് ഡെപ്യൂട്ടി പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുള്ള മുണ്ടേക് സിംഗ് അൽവാനിയ അദ്ദേഹം പാർലമെന്റിൽ വെച്ചൊരു സ്റ്റഡീസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ 20 വർഷം കൂടുമ്പോഴും ഇന്ത്യയിൽ നമ്മുടെ ഒരു മന്ത്ലി എക്സ്പെൻസിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 1960 കാലഘട്ടത്തിൽ ഒരു ശരാശരി 4 പേരടങ്ങുന്ന ഒരു ഇന്ത്യൻ ഫാമിലിക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ 100 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. 60സിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാവും. 80സിൽ എന്തായാലും ഉള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാവും. 1980 കാലഘട്ടങ്ങളിൽ 1000 രൂപ, അന്നൊക്കെ പറയും സർക്കാർ ജോലി 4 ശമ്പളം എന്നൊക്കെ പറയല്ലേ, 1000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുംബത്തിന് നന്നായിട്ട് ജീവിച്ചു പോകാമായിരുന്നു.
അത് 2000 കാലഘട്ടം എത്തിയപ്പോഴത്തേന് 10,000 രൂപ വേണം നമ്മുടെ വീടിന് റെന്റഡ് ആണെങ്കിൽ റെന്റ് കൊടുക്കാൻ, വീട്ടിലെ സാധനങ്ങൾ, ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മുടെ മറ്റ് സ്റ്റഡീസ്, കുട്ടികളുടെ കാര്യങ്ങൾ, ഹോസ്പിറ്റൽ ചെലവ്, ഇതിനൊക്കെ 10,000 രൂപ വേണ്ടി വന്നിരുന്നു ഒരു മാസ എക്സ്പെൻസിലേക്ക്. അത് 2020 ആയപ്പോഴത്തേക്കും 1,00,000 രൂപ വേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചു നോക്കുക, അടുത്തൊരു 20 വർഷം, ഇപ്പൊ നമ്മൾ 20s നിൽക്കുന്നത്, 2020s അടുത്തൊരു 20 വർഷം കഴിഞ്ഞ് 2040 എത്തുമ്പോഴത്തേന് എത്ര രൂപ ഒരു ശരാശരി ഇന്ത്യൻ ഫാമിലിക്ക് ഒരു മാസം വരുമാനം കിട്ടിയാൽ ജീവിച്ചു പോകാൻ പറ്റും ചിന്തിച്ചാൽ മതി. ഇപ്പൊ 2020 1,00,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. ചിന്തിക്കാം, എനിക്ക് ഒരു മാസം ഇപ്പൊ ഒരു 60,000 രൂപ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ 60,000 രൂപ ആയിക്കോട്ടെ, വരുന്നൊരു 20 years കൊണ്ട് അതൊരു 6,00,000 രൂപയെങ്കിലും വേണ്ടുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 20 വർഷവും ഇരട്ടി നമ്മുടെ എക്സ്പെൻസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് നിലവിൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നിന്നും 2040 ആകുമ്പോഴത്തേന് ഒരു മാസ വരുമാനം 10 ലക്ഷം രൂപയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു അവസരത്തിന്റെ ആ ഒരു ആവശ്യം നമ്മളെ സംബന്ധിച്ചുണ്ടാവില്ല. മറിച്ച് ആ മേഖലയിൽ നമുക്കൊരു വരുമാനം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് അടുത്ത സൊല്യൂഷൻ? ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത് മറ്റൊന്നുമല്ല, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയും. ഒരു ബെസ്റ്റ് കരിയർ, ഇന്ന് ഏറ്റവും മോസ്റ്റ് റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു മേഖല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓണ്ടർപ്രണർഷിപ്പ് മാത്രമാണ്. നമുക്ക് നമ്മുടെ തന്നെ ബോസ്, നമ്മുടെ മുകളിൽ ആരുമില്ല, നമ്മുടെ ഫ്രീ ടൈമിൽ, ഫ്ലെക്സിബിൾ ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും സംരംഭകരാവുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പൗരനായിട്ടുള്ള ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി പോലും പറഞ്ഞിരിക്കുന്നത്, ഓണ്ടർപ്രണേഴ്സ് ആർ ദി വെൽത്ത് ക്രിയേറ്റേഴ്സ് ഓഫ് നേഷൻ. രാജ്യത്തിന്റെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? സംരംഭകരാണ്. ഒരു കാർഷിക രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് കൃഷിക്കാരോ അല്ലെങ്കിൽ പ്രവാസികളോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരോ ഒന്നും അല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംരംഭകരാണ് രാജ്യത്തിന്റെ വെൽത്ത് പോലും ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് കൂടുതൽ, ഇത് പല ആളുകൾക്കും അറിയാമെങ്കിലും സാധാരണപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് സംരംഭകത്തിലേക്ക് തിരിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംരംഭകനെ സംബന്ധിച്ച് എന്തൊക്കെ റിസോഴ്സുകൾ വേണം എന്ന് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് ക്യാപിറ്റൽ വേണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. രണ്ട്, നല്ലൊരു ഐഡിയ വേണം. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ബിസിനസ് മാർക്കറ്റിൽ ഫ്ലെക്സിബിൾ ആവുന്ന അല്ലെങ്കിൽ ഒരു എമേർജ് ചെയ്യുന്ന ഒരു ഐഡിയ വേണം. പക്ഷെ നമ്മൾ പല ആളുകളുടെയും ചിന്താഗതിയുണ്ട്, ക്യാപിറ്റൽ ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമെന്ന്. പക്ഷെ അത് തെറ്റാണ്. നല്ലൊരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ 21st സെഞ്ചുറി ബിസിനസ്സിലെ ഏത് എക്സാമ്പിൾ പറയാനുണ്ട്, സൊമാറ്റോ, ഓല, ഓയോ പോലുള്ള ഏത് ബിസിനസ് എടുത്ത് നോക്കിയാലും നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു, അവരുടെ പക്കൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ഇല്ലായിരുന്നു. ഈ ഐഡിയ നല്ല ഇൻവെസ്റ്റേഴ്സിനെ അപ്പീൽ ചെയ്ത സമയത്ത് പല ഇൻവെസ്റ്റേഴ്സും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും ഒക്കെ അവരുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ഗ്രോ ചെയ്തയും കമ്പനികളാണ് 21st സെഞ്ചുറി ബിസിനസിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ എക്സാമ്പിൾസ് പറഞ്ഞ കമ്പനികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ഐഡിയ നമ്മുടെ പക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഓണ്ടർപ്രണർ ആവാൻ സാധിക്കും. ഇനി നിങ്ങളുടെ പക്കൽ അങ്ങനെ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പക്കലുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഇന്ന് ഈ ഒരു ലൈവ് സെഷനിലൂടെ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് 1+1+1=3. ഒന്നും ചേർന്ന് കഴിഞ്ഞാൽ 3 അല്ലേ? ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സിനർജി ആണ് 1+1+1=1. 111 എഫക്ട് കിട്ടുന്ന 3 ഒന്നുകളെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. സ്വാഭാവിക അങ്ങനെ ഒരു സിനർജി. സോ എന്താണ് ആ 3 ഒന്നുകളെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യത്തെ ഒന്ന് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഇപ്പോ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റിൽ പോലും ആയുഷ് മന്ത്രാലയത്തിന്റെ അണ്ടറിൽ ആയുഷ് മിഷന്റെ ഭാഗമായിട്ട് അതിന്റെ പരിപാലനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് 3,800 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ പോലും വകയിരുത്തിയിരിക്കുന്നത്. നമ്മുടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് വന്നു കഴിഞ്ഞു, ഹർ ഘർ ആയുർവേദ്. എല്ലാ വീടുകളിലും ആയുർവേദ ഉൽപ്പന്നങ്ങളും യോഗയും പ്രാക്ടീസ് ചെയ്യണമെന്നും. അത്രയേറെ സെൻട്രൽ ഗവൺമെന്റും ഇന്ന് മിനിസ്ട്രിയും ആയുഷ് മന്ത്രാലയവും ഒക്കെ ഈ ഒരു മേഖലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും 12% കണ്ട് ഇന്ത്യയിൽ ഈ ഒരു മേഖല ഹെൽത്ത് ആൻഡ് വെൽനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു വെൽനസിന്റെ ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ. അതാണ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നൺ അതർ ദാൻ ഡയറക്ട് സെല്ലിംഗ്. പിക്ചറിൽ കാണുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. മറ്റാരുമല്ല, ഇന്ന് US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഡയറക്ട് സെല്ലിംഗ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതും മോസ്റ്റ് റെസ്പെക്റ്റഡ്, ഏറ്റവും ബഹുമാനം അർഹിക്കുന്നതും ആൻഡ് ബിസിനസ് മോഡൽ ഇൻ ദ വേൾഡ് ഹാസ് സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ലോകത്തിലെ വ്യാപാര മേഖലയിലും മറ്റെല്ലാ മേഖലയിലും വന്ന എല്ലാ പരിണാമങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്ത് നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ്
ഡയറക്ട് സെല്ലിംഗ് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് ട്രംപ് നെറ്റ്വർക്കിനെ ഒരു കമ്പനി പോലും ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇനി മൂന്നാമത്തെ ഒന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇറ്റ്സ് none other than ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്ന പേര് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം, മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 21ാം നൂറ്റാണ്ടിൽ നിങ്ങൾ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്തില്ല എങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ ബിസിനസ് എന്നാണ്. ഒരു പെട്ടിക്കടയിൽ പോയി, ഒരു ചായക്കടയിൽ പോയി, ഒരു തട്ടുകടയിൽ പോയി നമ്മളൊരു ചായ 10 രൂപയുടെ ഒരു ചായ കുടിച്ചാൽ പോലും അവിടെ ഗൂഗിൾ പേ ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ചായക്ക് ഓർഡർ കൊടുക്കുള്ളൂ, അല്ലെ? ഇന്റർനെറ്റിലൂടെയാണ് എല്ലാ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ പവർഫുൾ ആയിട്ടുള്ള മൂന്ന് ഇൻഡസ്ട്രികളുടെ ഒരു സിനർജറ്റിക് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം പറഞ്ഞ ഇൻഡസ്ട്രി ഹെൽത്ത് ആൻഡ് വെൽനസ്, രണ്ടാമത്തെ ഡയറക്ട് സെല്ലിംഗ്, മൂന്നാമത്തെ ഇന്റർനെറ്റ്. ഈ മൂന്ന് മേഖലകളുടെയും ഒരു സിനർജറ്റിക് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വൈബ്രന്റ് വിവ LLP എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ബാംഗ്ലൂർ ആസ്ഥാനമാക്കി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2014 എസ്റ്റാബ്ലിഷ് ആയ ഒരു ഓർഗനൈസേഷൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവരുടെ ഓൺ കോർപ്പറേറ്റ് ഓഫീസാണ്, റെന്റൽ ബിൽഡിങ്ങിൽ ഒന്നുമല്ല. ബാംഗ്ലൂരിന്റെ ഹൃദയ മധ്യത്തെ ജയമാൾ എക്സ്റ്റൻഷനിൽ VP ദീൻദയാൽ റോഡിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഓർഗനൈസേഷൻ ആണ്. ഈ ഒരു കമ്പനിയുടെ, ഈ ഒരു ഓർഗനൈസേഷന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ആസ്ഥാനമാക്കി ടോക്കിയോ ബേസ് ചെയ്തിട്ടുള്ള ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന മദർ കമ്പനിയാണ് ഇവരുടെ പ്രോഡക്റ്റുകളുടെയും ഇവരുടെ റിസർച്ചും ഡെവലപ്മെന്റ്സും എല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജാപ്പനീസ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് ഈ കമ്പനി മുന്നോട്ട് വെക്കുന്നത്. അവരുടെ പ്രൊഡക്ഷൻ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടകയിലെ നെലമംഗല ആസ്ഥാനമാക്കിയിട്ട് 5.5 ലക്ഷം യൂണിറ്റിന്റെ പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ള ജൈന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് സ്വന്തമായിട്ടുള്ള ഒരു കമ്പനി കൂടിയിട്ടാണ് വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. സോ ഈ ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കേഷൻസും ഇന്റഗ്രേഷൻസും നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സാപ്പ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. CII മെമ്പർ ഓഫ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിലെ മെമ്പർ ആയിട്ടുള്ള ഒരു ഫേമും, അതോടൊപ്പം ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാക്ടറി, അതോടൊപ്പം തന്നെ കോഷർ സർട്ടിഫൈഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും, ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തുടങ്ങിയ എല്ലാ സർട്ടിഫിക്കേഷൻസും ഉള്ള ഒരു കമ്പനി. ഇവിടെ അവാർഡ്സും റെക്കഗ്നീഷൻസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, വാർത്തകൾ, മാധ്യമങ്ങൾ നമ്മൾ നോക്കിയാൽ GST തട്ടിപ്പുകളുടെ വാർത്തകളാണ് ഏറെയും കാണാറുള്ളത്. 1 രൂപ പോലും ടാക്സ് ലോസ് ചെയ്യാതെ മുഴുവൻ ടേൺ ഓവറിനും ടാക്സ് അടച്ചതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ GST ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അപ്രീസിയേഷൻ ലെറ്റർ കിട്ടിയ ഒരു കമ്പനി കൂടിയിട്ടാണ്. ഏതൊരു കമ്പനിയും, ഒരു ഫേം റൺ ചെയ്യുന്നത് വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് ആ ഫേം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2022 ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കമ്പനി ഓഫ് ദ അവാർഡ് വിന്നർ കൂടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ. ഒപ്പം തന്നെ കർണാടക സ്റ്റേറ്റ് ഹോണറബിൾ ആയിട്ടുള്ള ചീഫ് മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്നും സ്റ്റേറ്റ് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ. നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു ഓർഗനൈസേഷൻ. സോ ഈ ഒരു ഓർഗനൈസേഷൻ നമുക്ക് മുമ്പിലേക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഉതകുന്ന 5 പേറ്റന്റഡ് ആയിട്ടുള്ള, പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ പ്രകൃതിയുടെ വരദാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, പേറ്റന്റ് ആയിട്ടുള്ള 5 ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. എന്തുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾക്ക് റെലവൻസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ഓരോ രോഗികൾ എന്ന രീതിയിലേക്ക് സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. യെസ് ഓർ നോ? അത് ഹോസ്പിറ്റലുകളുടെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മരുന്നുകളുടെ ലഭ്യതയോ അല്ല, മറിച്ച് ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. കുറച്ച് ഡെക്കേഡ്സ്, ഒരു 2-3 തലമുറ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തലമുറ നമ്മുടെ പിതാമഹന്മാരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ലിവിങ് ലോങ്, ഒരു ദീർഘകാലം, ഒരു 10, 80, 90 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നു. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നല്ല ഫാമിലി കൾച്ചർ ഇതൊക്കെ ഫോളോ ചെയ്തിരുന്നു. ഡൈയിങ് ഷോർട്ട്, വാർദ്ധക്യ സഹജമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അതേ സമയത്ത് പ്രസന്റ് സിനാരിയോ, ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ലിവ് ഷോർട്ട്, 10-20 വയസ്സ് വരെ നമ്മൾ ആരോഗ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുന്നു. പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെ പല രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ടാബ്ലറ്റുകൾക്കും മരുന്നുകൾക്കും ഇൻസുലിനും ഒക്കെ എടുത്തുകൊണ്ട് മരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് ഏറ്റവും വലിയ ഇന്നത്തെ പ്രശ്നം. ഇതിന് കാരണം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൂർവികർ കഴിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അവരുടെ വീട്ടുവളപ്പിൽ അവരുടെ പറമ്പിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല ചേനയും കാച്ചിലും അതുപോലുള്ള പഴവർഗ്ഗങ്ങളും വെജിറ്റബിൾസും ഒക്കെ ആയിരുന്നു അവർ കഴിച്ചിരുന്നത്. ഇറ്റ്സ് ഗുഡ് ആസ് മെഡിസിൻസ്, ഔഷധ ഗുണമുള്ള നല്ല പോഷകാഹാരങ്ങളായിരുന്നു അവർ കഴിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ നമ്മൾ കഴിക്കുന്നത് എന്താ? ശരീരത്തിന് ആവശ്യമില്ലാത്ത സ്ലോ പോയിസൺസ് ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് വൈറ്റമിൻസും, ട്രേസ് എലമെന്റ്സും, മിനറൽസും, കാർബും, ഫൈബറും, അൺസാച്ചുറേറ്റഡ് ഫാറ്റും, പ്രോട്ടീനും ഒക്കെയാണ്.
ശരീരത്തിന് ആവശ്യമുള്ളത് വളരെ കുറഞ്ഞ തോതിലേ നമുക്ക് കിട്ടുന്നുള്ളൂ. മറിച്ച് ശരീരത്തിന് കുറഞ്ഞ തോതിൽ മാത്രം ആവശ്യമുള്ളതാണ് സാൾട്ടും ഷുഗറും കൊളസ്ട്രോളും കഫീൻ ആൽക്കഹോള് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഇന്ന് ഏറെ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഫാസ്റ്റ് ഫുഡിന്റെയും ജങ്ക് ഫുഡിന്റെ ഒക്കെ ആ ഒരു കൾച്ചർ വന്നതോടുകൂടി ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടാതെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ളത് നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങൾ. പേര് പോലും ഇട്ടിട്ടില്ലാത്ത ഒരുപാട് ജീവിതശൈലി രോഗങ്ങളാണ് പുതിയ തലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ആരും ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്ന് ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്താ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വരാതെ നോക്കുക എന്നുള്ളതാണ്. ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് ടുഡേ, ഇന്ന് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു മേ ഹാവ് ടു സ്പെൻഡ് എ ലൈഫ് ടൈം ഓൺ ഇൽനസ് ടുമാറോ. നാളെ നമ്മൾ ഈ ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യവും ഹോസ്പിറ്റലിൽ കൊണ്ട് ചെലവാക്കിയാൽ പോലും ആരോഗ്യത്തോട് നമുക്ക് തിരിച്ചു വരാൻ പറ്റണമെന്ന് ഉറപ്പില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ അഭിമാന പുരസ്സരം 2014 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ 11 വർഷമായിട്ട് യുണീക്ക് ആയിട്ടുള്ള പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇറ്റ്സ് നാൻ അതർ ദാൻ ഐ പൾസ് എന്ന് പറയുന്ന ഒരു സിനർജറ്റിക്കൽ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. അസൈബറി പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട് മറ്റു ബെറീസിനെ കൊണ്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഒരിക്കലും ഒരു മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ഫങ്ഷണൽ ഹെൽത്ത് ബിവറേജ് ആണ്. പ്രധാന ഇൻഗ്രീഡിയന്റ് അസൈബറി ആണ്. ഇന്ന് ലോകത്ത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ആയിട്ടുള്ള ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ആന്റി ഏജിംഗ് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞ അസൈബറിയാണ്. ഇത് നോർത്ത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസ അവരാണ് ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി ഒരുപാട് റിസർച്ചുകൾ നടത്തിയത്. കാരണം അവരുടെ ആസ്ട്രോനട്സിന്, ബഹിരാകാശ യാത്രക്കാർക്ക് ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ത്വക്കിലെ ക്യാൻസർ, അൾഷിമേഴ്സ് തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു. അവരുടെ സയന്റിസ്റ്റുകൾ അവരുടെ ആസ്ട്രോനട്സിനെ സംരക്ഷിക്കാനായിട്ട് ഇതേ അസൈബറി പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട് അമേരി സയൻസ് 10 AS10 എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഡ്രിങ്ക് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്പേസ് ഡ്രിങ്കിൽ നിന്നും ഇൻസ്പയർ ആയിക്കൊണ്ടാണ് ഇന്ന് ഇൻഡസ് വിവ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഐപൾസ് എന്ന് പറയുന്ന ഈ ഒരു പ്രീമിയം ബാലൻസ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ബ്ലെൻഡ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇമ്മ്യൂൺ സപ്പോർട്ടർ ആണ്, നമ്മുടെ ഹാർട്ടിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. കാർഡിയക് സപ്പോർട്ടും നമ്മുടെ ഇമ്മ്യൂണോ മോഡുലേറ്റർ ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സിനർജറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഐപൾസ് എന്ന് പറയുന്ന 15ഓളം ഫ്രൂട്ട്സിന്റെ ഈ ഒരു ബ്ലെൻഡ് പേറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് 30 ml ട്വൈസ് എ ഡേ, 2 നേരം 60 ml പെർ ഡേ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പ്രതിദിനം 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കഴിച്ച് ഗുണം കിട്ടും. അതായത് FDA പോലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ദിവസം നമുക്ക് 3000 to 5000 ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥം നമ്മൾ കഴിച്ചിരിക്കണം എന്നാണ്. ഐപൾസ് ഒരു 60 ml പ്രതിദിനം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 7000 ഒറാക്സ് സ്കോർ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തേക്ക് കിട്ടുമ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുന്ന നശീകരണ സ്വഭാവത്തെ പ്രിവെന്റ് ചെയ്യും, ഫ്രീ റാഡിക്കൽ ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യും. ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒട്ടനവധി ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും ഐപൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പ്രധാനമായിട്ടും നമ്മുടെ എൻറ്റയർ ബോഡിയെ സർവീസ് ചെയ്യും. അതോടൊപ്പം നമ്മുടെ കാർഡിയാക് ഹെൽത്ത്, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ആന്റി ക്യാൻസർസ് ആണ്, ക്യാൻസർ വരാതെ നമ്മുടെ ബോഡിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു FHB കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രിങ്ക് ആണ് ഐപൾസ്. ഇതൊരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് മെത്തഡോളജിയിൽ ഇന്റർനാഷണൽ പേപ്പർ നിലനിൽക്കുന്ന പബ്ലിഷ് ചെയ്ത ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് ഐപൾസ്. മൂവിംഗ് ടു അവർ സെക്കൻഡ് പ്രോഡക്റ്റ്, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സെലിബ്രേറ്റിംഗ് ഹ്യൂമൻഹുഡ് പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയും. ഇന്ന് പ്രത്യേകിച്ച് ഒരു 35+ ഏജിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. എസ്പെഷ്യലി മെനോപോസിനോട് അടുക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ഡെഫിഷ്യൻസി, ഹോർമോണൽ ഇംബാലൻസ് കാരണം ആങ്സൈറ്റി, ഡിപ്രഷന്, തേയ്മാനത്തിന്റെ പ്രശ്നം, ആർത്രൈറ്റിസ്, മുടി ഒഴിയുന്ന പ്രശ്നം, താരന്റെ പ്രശ്നം, അങ്ങനെ ഹോട്ട് ഫ്ലഷസ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഇതിന്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഇതറിയാത്ത സാധാരണ സ്ത്രീകൾ എന്ത് ചെയ്യും? ഈ ഓരോ പ്രോബ്ലംസിനും ഡോക്ടേഴ്സിനെ കണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യുന്നതല്ലാതെ മൂല കാരണത്തെ ഒരിക്കലും അവിടെ ട്രീറ്റ് ചെയ്യുന്നില്ല. അവിടെയാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ പേറ്റന്റഡ് ആയിട്ടുള്ള ഇൻക്യുമിൻ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ഫ്യൂഷൻ പ്രധാന ചേരുവയായിക്കൊണ്ട് പീച്ച് ഫ്ലേവറിന്റെ ബ്ലെൻഡിൽ ഈ കമ്പനി അവതരിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ്. നല്ല പീച്ച് പഴത്തിന്റെ ടേസ്റ്റ് ആണ്. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാം. പ്രതിദിനം രാവിലെയും വൈകിട്ട് 30 ml വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മമാരെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദരിമാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. അസുഖമുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരി നല്ല ആരോഗ്യത്തോടെ ഒരു വീട്ടിലെ സ്ത്രീകൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന സപ്ലിമെന്റ്. മൂവിംഗ് ടു ദ നെക്സ്റ്റ്, നമ്മുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു ബിവറേജ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രീമിയം കോഫിയാണ് ഐ കോഫി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്.
ഇത് പ്രധാനമായിട്ടും ഒരു ഡയബറ്റിക് മാനേജ്മെന്റ് സപ്ലിമെന്റ് ആണ്. ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഇന്ന് എല്ലാ വീട്ടിലും, കേരളത്തിലെ കണക്ക് 4 ഒരാൾ പ്രമേഹ രോഗി എന്നാണ്. എല്ലാ വീട്ടിലും ഇന്ന് ഡയബറ്റീസ് ഉള്ളവരുണ്ട്. പക്ഷെ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു അസുഖമല്ല. 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദത്തിന്റെ മൂലഗ്രന്ഥങ്ങളായിട്ടുള്ള ചരക സംഹിതയിലും മറ്റും പ്രതിപാദിച്ചിട്ടുണ്ട്. അന്ന് അതിനുള്ള സൊല്യൂഷനും ഈ ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. മധുമേഹയ്ക്ക് ഉത്തമം ഏകനായകം എന്ന് പറഞ്ഞു. ഈ ഏകനായകം ബെസ്റ്റ് ആണ് എന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ കമ്പനി എന്ത് ചെയ്തു? ഏകനായകത്തിന് റിസർച്ച് ചെയ്ത് അതിൽ നിന്നും ഏത് മോളിക്യൂൾ ആണോ നമ്മുടെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് അതിനെ വേർതിരിച്ചെടുത്തു. കമ്പനി ഒരു പേറ്റന്റ് എടുത്തു, സൽസിറ്റാലിന്റെ പേരിൽ. ഈ സൽസിറ്റാൽ മനുഷ്യ ശരീരത്തിലെ പ്രമേഹത്തിനെ ആരോഗ്യകരമായിട്ട് നിയന്ത്രിക്കുമെന്ന് WHO ഉൾപ്പെടെയുള്ള ക്ലിനിക്കൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത ഒരു മോളിക്യൂളാണ്. ഈ സൽസിറ്റാലിനെയും അതിനോടൊപ്പം തന്നെ കർണാടകയിലെ കൂർഗ് മേഖലയിൽ നിന്നും കളക്ട് ചെയ്യുന്ന സുപ്പീരിയർ ഗ്രേഡ് 1 കോഫി ബീൻസുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കമ്പനി അവതരിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു കോഫി പൗഡർ. രാവിലെയും വൈകിട്ട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന്റെ ഒരു കൾച്ചറാണ് കോഫി അല്ലെങ്കിൽ ടീ കുടിക്കുക എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന റെഗുലർ ആയിട്ട് കഴിക്കുന്ന ടീ അല്ലെങ്കിൽ കോഫി റീപ്ലേസ് ചെയ്തിട്ട് ഐ കോഫി ഒരു 90 to 120 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എത്ര ഹൈ ഷുഗർ ആയിക്കോട്ടെ, എത്ര വർഷം പഴക്കമുള്ള ഡയബറ്റീസ് ആയിക്കോട്ടെ, നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരിക്കലും ഡയബറ്റീസിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. മറിച്ച് കൺട്രോൾ ചെയ്ത് മെഡിസിൻ ഫ്രീ ആയിട്ട് ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ബ്ലഡ് ഷുഗർ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഒരുപാട് സൈഡ് എഫക്ട്സ്, ഒരുപാട് അതിന് അനന്തരപരമായ ക്ഷീണം, ദാമ്പത്യ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ട്, കൈകാലും മരവിപ്പ്, മുറിവന്നാൽ ഉണങ്ങാത്ത അവസ്ഥ, മെമ്മറി ലോസ്, കാഴ്ച മങ്ങ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനെയൊക്കെ ഈ കോംപ്ലിക്കേഷൻസിനെയൊക്കെ ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു ഐഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് ഐ കോഫി. ഇത് 2 ഫ്ലേവറിലുണ്ട്. ബ്ലാക്ക് കോഫി, കട്ടൻ കാപ്പി കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബ്ലാക്ക് കോഫിയും, പാൽ കാപ്പി കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്രീമർ കോഫി, ഇങ്ങനെ 2 ഫ്ലേവേഴ്സിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഒരുപാട് റിസർച്ച് ഈ പ്രോഡക്റ്റിന്റെ, ഒരുപാട് ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് നിലവിലുള്ള പ്രോഡക്റ്റ് കൂടിയിട്ടാണ് നമ്മുടെ ഐ കോഫി. ഗോയിങ് ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഒരു അൺഡിനൈഡ് ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇന്ന് സൗന്ദര്യം ആഗ്രഹിക്കാത്തതും ആസ്വദിക്കാത്തവരുമായിട്ടുള്ള ആളുകൾ ചുരുക്കമാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ സൺ എക്സ്പോഷർ ഒക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഡൾ ആവുന്നുണ്ടാവും. ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഏഷ്യയിൽ ആദ്യമായിട്ടാണ് ന്യൂട്രി കോസ്മെറ്റിക് കാറ്റഗറിയിൽ ഈ കമ്പനി ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ കശ്മീർ വാലിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഗ്രേഡ് 1 ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വേൾഡിലെ ബെസ്റ്റ് ക്വാളിറ്റി സാഫ്രോൺ കുങ്കുമം കളക്ട് ചെയ്ത് അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന അതിന്റെ ഒരു സിനർജറ്റിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 ഫ്ലേവേഴ്സിൽ, ഓറഞ്ച്, ബ്ലാക്ക് കറന്റ്, മാംഗോ, സ്ട്രോബെറി എന്നിങ്ങനെ 4 ഫ്ലേവേഴ്സിലുള്ള 75 ഗ്രാമിന്റെ 35 ഗ്രാമിന്റെ ഓരോ പ്രൊഫൈൽ പൗച്ചസ് ആയിട്ടാണ്, ലിക്വിഡ് ഫോമിലാണ് അവൈലബിൾ ആകുന്നത്. പെർ ഡേ 1 അല്ലെങ്കിൽ 2 എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ആഫ്റ്റർ ഫുഡ് ഒരു സാഷെ കൺസ്യൂം ചെയ്തുകൊണ്ട് ഒരു 90 ഡേയ്സ് ഒക്കെ കൊണ്ട് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനും ഗ്ലോ ആവാനും, പിമ്പിൾസോ റാഷസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് ഒരുപാട് റിസർച്ചുകളൊക്കെ നിലവിലുള്ള ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് ഉള്ള പ്രോഡക്റ്റ് ആണ്. ആൻഡ് മൂവിംഗ് ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ്. പേര് പോലെ നമ്മുടെ ടമ്മീസിനെ ഫ്ലാറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ കമ്പനിയുടെ പേറ്റന്റ് ആയിട്ടുള്ള FB3 ഫ്യൂഷൻ ഇൻഗ്രീഡിയന്റ് ഫാറ്റ് ബർണർ 3 എന്ന് പറയുന്ന കോളിയസ് ഫോസ്കോളി, നമ്മുടെ പനിക്കൂർക്ക, സിസം ഇൻഡിക്കം, നമ്മുടെ കറുത്ത എള്ള്, അതോടൊപ്പം സെലേഷ്യ റെട്ടിക്കുലേറ്റ്, ഏകനായത്തിനുള്ള ഇൻഗ്രീഡിയന്റ്. ഈ 3 ഇൻഗ്രീഡിയൻസ്, അതായത് കോളിയസ് ഫോസ്കോളി ഏറ്റവും നല്ല വെയിറ്റ് മാനേജ്മെന്റ് റെനൗണ്ട് ആയിട്ടുള്ള ഒരു ആയുർവേദിക് ഹെർബാണ്. എള്ള് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ HDL LDL മെയിൻറ്റെയിൻ ചെയ്യാനും, അതോടൊപ്പം സിസമിന്റെ നമ്മുടെ സെലേഷ്യ റെട്ടിക്കുലേറ്റ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡി വെയിറ്റിനെ ഹെൽത്തി ആയിട്ട്, ഒരു വ്യക്തിയുടെ ബോഡി ഹൈറ്റിനനുസരിച്ചുള്ള ബോഡി വെയിറ്റ് നിലനിർത്താൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗുഡ് ഫാറ്റ് ഇൻ ബാഡ് ഫാറ്റ് ഔട്ട്, നല്ല ഫാറ്റിനെ ബോഡിയിൽ സപ്ലൈ ചെയ്തുകൊണ്ട് ബാഡ് ഫാറ്റിനെ, അസിഡിക് വേസ്റ്റ്, വിസറൽ ഫാറ്റിനെ ബൈ മോഷൻ, യൂറിനേഷൻ, സ്വെറ്റിങ്ങിലൂടെ ബോഡിക്ക് പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് നമ്മുടെ ഐഡിയൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ബാറുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ്. ഇതും 4 ഫ്ലേവേഴ്സ്, വാനില, മാംഗോ, ചോക്ലേറ്റ്, ഓറഞ്ച്, ഇങ്ങനെ 4 ഫ്ലേവേഴ്സിന്റെ 7 ബാറുകൾ വെച്ച് ടോട്ടൽ ഒരു ബോക്സിനകത്ത് 28 കേക്ക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു നേരത്തെ മീൽ, പ്രിഫറബിളി രാത്രിത്തെ ഡിന്നറിന് പകരം ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നമ്മുടെ ബോഡി വെയിറ്റ്, ഹൈറ്റ് അനുസരിച്ചുള്ള വെയിറ്റ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതോടൊപ്പം നമ്മുടെ ഹെൽത്തി ലിപ്പിഡ് പ്രൊഫൈൽ ലെവല്, ഫാറ്റി ലിവറിന്റെ ഒക്കെ തുടക്കമൊക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു പേറ്റന്റഡ് ആയിട്ടുള്ള, അതോടൊപ്പം പബ്ലിക്കേഷൻസ് നിലവിലുള്ള പ്രോഡക്റ്റ് ആണ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ്.
ആൻഡ് ഫൈനലി വളരെ അമേസിംഗ് ആയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്കമിംഗ് പ്രോഡക്റ്റ് കൂടിയിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഇത് നോട്ട് ഫോർ സെയിൽ ആണ്. കമ്പനി കോംപ്ലിമെന്ററി പ്രോഡക്റ്റ് ആയിട്ടൊക്കെ അവതരിപ്പിക്കുന്ന ഒരു എനർജി ഡ്രിങ്ക് ആണ്, കഫേൻ ഫ്രീ ആയിട്ടുള്ള. ഇത് മാർക്കറ്റിൽ ഒരുപാട് എനർജി ഡ്രിങ്ക്സ്, റെഡ് ബുള്ളും അങ്ങനെയുള്ള പല എനർജി ഡ്രിങ്ക്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കരുത്, പ്രഗ്നന്റ് ലേഡീസ് ഉപയോഗിക്കരുത്, ഒരു ദിവസം 200 ml കൂടുതൽ ഉപയോഗിക്കരുത്, കാരണം കഫൈന്റെ കണ്ടന്റ് കൂടുതലാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കഫൈൻ ഫ്രീ ആയിട്ടുള്ള ഒരു എനർജി ഡ്രിങ്ക് ഇൻഡസ്ട്രി അവതരിപ്പിക്കുന്നു. ഐ ചാർജ് അശ്വഗന്ധ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഈ ഒരു എനർജി ഡ്രിങ്ക് നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ്. ഇത് നോട്ട് ഫോർ സെയിൽ ആണ്, മറിച്ച് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് കോംപ്ലിമെന്ററി പ്രോഡക്റ്റ് ആയിട്ട് ഈ പ്രോഡക്ട്സ് ലഭിക്കുന്നുണ്ടാവും. സോ ഇവിടെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊന്നും മെഡിസിൻസ് അല്ല, മറിച്ച് സാധാരണ നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു തലവേദന വന്നു ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടേഴ്സ് നമുക്ക് മരുന്ന് എഴുതി തരും. അവിടെ സിംറ്റംസിന്, ആ വേദന എന്ന് പറഞ്ഞ സിംറ്റംസിനാണ് മെഡിസിൻസ് കൊടുക്കുന്നത്. ഒരിക്കലും അവിടെ ആ സിസ്റ്റത്തെ അല്ലെങ്കിൽ അതിന്റെ മൂല കാരണത്തെ ട്രീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റുകൾ ചെയ്യുന്നത് വെച്ചാൽ ഈ സിസ്റ്റത്തിനെ ഇപ്പൊ നമ്മുടെ സെല്ലുലാർ ലെവലില് പോഷകാഹാരങ്ങളുടെ കുറവ്, സെല്ലുലാർ ന്യൂട്രീഷന്റെ കുറവ് കൊണ്ടായിരിക്കാം ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മുടെ ബോഡിയിൽ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിസീസ് ഉണ്ടാകുന്നു. സെല്ലുലാർ ലെവലിൽ ന്യൂട്രീഷൻസ് സപ്ലൈ ചെയ്തുകൊണ്ട് ആ ഡിസോർഡറിനെ ഹെൽത്തി സ്റ്റേജിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി മുമ്പോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഏകദേശം 44-ലധികം രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് സംതൃപ്തരായിട്ടുള്ള ഉപഭോക്താക്കളുള്ള ഇന്റർനാഷണൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഇൻഡസ്ട്രിയ. സോ ഈ ഒരു കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്കൊരു ഓണ്ടർപ്രണറിയൽ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ന്യൂ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ കമ്പനിയിൽ വൈബ്രന്റ് വിവയുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിവ റീറ്റെയിലർ ആയിട്ട് ഇന്ന് തന്നെ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ ₹1 പോലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കമ്പനി R&Dയിലും പ്രൊഡക്ഷനിലും മറ്റു ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു വിവ റീറ്റെയിലർ ആയിട്ട് ഒരു പാർട്ണറായിട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ കമ്പനി ഇവിടെ ഒരു 3 ഡയമെൻഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നിങ്ങളെ ഈ ബിസിനസ്സിനകത്തേക്ക് പരിചയപ്പെടുന്ന ഒരു വ്യക്തി, സ്പോൺസർ, അദ്ദേഹത്തിന്റെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ബാക്കിയുള്ള ഓപ്പറേഷൻസ്, പ്രോഡക്റ്റ് ഡെലിവറി, നിങ്ങൾക്ക് കമ്മീഷൻ തരിക, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ഇൻഡസ് വിവ എന്ന് പറഞ്ഞ കമ്പനി ചെയ്യുന്നുണ്ടാവും. ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് നിങ്ങളുടെ ഒരു ഓണ്ടർപ്രണറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഈ ഒരു LLP ഓർഗനൈസേഷനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെ ഒരു ഓണ്ടർപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ആരാധിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു ബിസിനസ് ജയന്റ് ആണ് റിലയൻസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ധീരുഭായ് അംബാനി. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: ബി എ ഗുഡ് സെയിൽസ്മാൻ, ഇവൻച്വലി യു വിൽ ബിക്കം എ ഗുഡ് ബിസിനസ് മാൻ. ഒരു നല്ല സെയിൽസ്മാൻ പിന്നീട് എന്തായാലും നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ബിസിനസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്, സെല്ലിംഗ് ആണ്. ഇത് നോബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. അപ്പോൾ ഈ പരിചയപ്പെട്ട 5ഓളം പ്രോഡക്റ്റുകൾ ഉണ്ട്. ഇതിനാവശ്യമുള്ള ആപ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ, നമ്മുടെ ഫാമിലി സർക്കിളിൽ നിന്ന് കണ്ടെത്താം. ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്ന ഡയബറ്റിക് പേഷ്യൻസിനെയൊക്കെ നമുക്ക് കണ്ടെത്താം. കാർഡിയാക് ഹെൽത്ത് വെൽനസ് സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ, വെയിറ്റ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്ന ജിമ്മിലൊക്കെ പോകുന്ന കസിൻസിനെയും പരിചയക്കാരെയൊക്കെ നമുക്ക് കണ്ടെത്താം. വുമൺ ഹെൽത്ത്, സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നല്ല ആരോഗ്യം ആഗ്രഹിക്കുന്ന ലേഡീസിനെയും, സ്കിൻ ഹെൽത്ത് ആഗ്രഹിക്കുന്ന സ്ഥിരമായിട്ട് റൊട്ടീൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്ന കസിൻസിനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരിലേക്ക് നമ്മുടെ ഈ ഒരു പ്രോഡക്ട്സ് നമുക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ന്യൂ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്കൊരു 300 PBയുടെ ടേൺ ഓവർ അഥവാ ഒരു 12 പ്രോഡക്ട്സിന്റെ ടേൺ ഓവർ, നിങ്ങളുടെ പാരന്റ്സിനായിക്കോട്ടെ, ബ്രദർ, സിസ്റ്റർ ഇൻ ലോ, നിങ്ങൾ അങ്കിൾ, ആന്റി, നേരത്തെ പറഞ്ഞ ഐഡന്റിഫൈ ചെയ്ത ആ ഒരു ഹോട്ട് ലിസ്റ്റിൽ നിന്നും ഒരു 12 പ്രോഡക്ട്സിന്റെ, ഒരു 3 ഫാമിലീസോ ഒരു 6 ഫാമിലീസിലോ ഒക്കെ ആയിട്ട് ഒരു 12 പ്രോഡക്ട്സിന്റെ ടേൺ ഓവർ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ഒരു VBO, വിവ ബിസിനസ് ഓണർ, അല്ലെങ്കിൽ ആദ്യത്തെ റാങ്ക് ആയിട്ടുള്ള സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നത്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിവ ബിസിനസ് ഓൺ ഒരു വിവ റീറ്റെയിലർ ആയിട്ടാണ് നിങ്ങൾ കടന്നു വന്നത്. അതുമല്ല നിങ്ങൾ ഒരു മൈക്രോ ടേൺ ഓവർ, ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ ഒരു ബിസിനസ് ആയിട്ട്, ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഒരു വിവ ബിസിനസ് ഓണർ ആയിട്ട് എൻറോൾ ചെയ്യാൻ സാധിക്കും. ഈ കമ്പനിയിൽ നിന്നും ഒരു 12 പ്രോഡക്ട്സുകൾ ആപ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ട് 37,200 rupees ഒരു ടേൺ ഓവർ ബിൽഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഒരു വിവ ബിസിനസ് ഓണർ ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു വിവ ബിസിനസ് ഓണർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ഓണേഴ്സ് മീറ്റ് അഥവാ BOM അറ്റൻഡ് ചെയ്യാൻ ഒരു സുവർണ അവസരം കിട്ടുന്നുണ്ടോ?
ഈ ബിയോമിലൂടെയാണ് നിങ്ങൾ എങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട്, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടേൺ ഓവർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യം പഠിക്കുന്നുണ്ടാവുക. സോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മളൊരു ബിസിനസ് ഓണർ ആവുന്നതോടുകൂടി നമുക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടി, അതിലൂടെ ഒരു മാക്സിമം ഏർണിംഗ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 2.5 lakh വീക്ക്ലി എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് ഏറ്റവും ഷോർട്ട് ടൈം കൊണ്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. 2.5 lakh പെർ വീക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, ഒരു വർഷത്തിൽ ഏകദേശം 1,30,00,000 രൂപയുടെ ടേൺ ഓവർ. ഇന്നത്തെ ട്രഡീഷണൽ മാർക്കറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മുതൽ 15 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ പ്രതിവർഷം ഒരു കോടി 1.25 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വെറും 37,200 റുപ്പീസിന്റെ ടേൺ ഓവറിലൂടെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സിൽ നിന്നും വെറും 1000 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും അമേസിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പ്രോഫിറ്റ് മാത്രമല്ല, ഒരുപാട് റിവാർഡ്സ് കമ്പനി ഇവിടെ തരുന്നുണ്ട്. കമ്പനിയുടെ 3rd റാങ്ക് ആയിട്ടുള്ള സ്റ്റാർ 500 എന്ന റാങ്കിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 lakh റുപ്പീസിന്റെ ആക്സിഡന്റൽ ഇൻഷുറൻസ് കമ്പനി അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ 1000 റാങ്കിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ബാംഗ്ലൂർ ഷെറാട്ടണിൽ വെച്ചിട്ട് ഒരു ഇന്റർനാഷണൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ റുബി എക്സിക്യൂട്ടീവ് മാസ വരുമാനം 60,000 രൂപ പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു റുബി എക്സിക്യൂട്ടീവ് എന്ന എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും 3 night 4 day ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് തായ്ലൻഡിലേക്ക് കമ്പനി തരും. പേൾ എക്സിക്യൂട്ടീവ് ആകുമ്പോൾ മലേഷ്യയിലേക്കും, എമറാൾഡ് എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാനിലേക്കും, സഫേർ എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് ദുബൈയിലേക്കും, ആൻഡ് 1 CR പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവുന്ന സമയത്ത് സിംഗപ്പൂർ ആൻഡ് സ്റ്റാർ ക്രോയ്സ് ഒരു അമേസിംഗ് ഒരു യാത്ര നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കമ്പനി നൽകുന്നുണ്ടാവും. തികച്ചും ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഫോർ ദ റൈറ്റ് കോസ്, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വർക്ക് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. കാരണം ബംഗളൂരു ആസ്ഥാനമാക്കിയിട്ടുള്ള ഓട്ടിസ്റ്റ് ആസ്ഥാനമാക്കിക്കൊണ്ട് മെന്റലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾ ആയിട്ട് കുരുന്ന മക്കൾക്ക് വേണ്ടി അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ഈ ഒരു ഓർഗനൈസേഷൻ ഇന്ത്യസ് ഏർലി ലേണിംഗ് സെന്റർ എന്ന് പറഞ്ഞ ഒരു സ്കൂൾ കൂടി റൺ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ഫേം കൂടിയിട്ടാണ് ഈ ഫേം. സോ ഇവിടെ നമുക്കറിയാം ഇതൊരു ബിസിനസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ് ആണ് ഇൻഫോസിസ്, അല്ലെങ്കിൽ ഒരു വലിയൊരു ജൈന്റ് കോർപ്പറേറ്റ് ആണ്. ഈ ഇൻഫോസിസ് NR നാരായണമൂർത്തി എന്ന് പറയുന്ന വ്യക്തി ഇൻഫോസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കളൂടെ ചേർന്നിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെയും നിങ്ങൾക്കൊരു വലിയ സ്കെയിലിലേക്ക് ബിസിനസ്, ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് നോ പറയാത്ത 2 സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം. ആ 2 സുഹൃത്തുക്കൾക്കും 300 PV അഥവാ 12 പ്രോഡക്റ്റുകളുടെ ടേൺ ഓവർ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെ ഓരോരുത്തരെയും സ്റ്റാർ റാങ്കിലേക്ക്, BBO എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ 2nd റാങ്ക് ആയിട്ടുള്ള സ്റ്റാർ 250 എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക് എത്തുന്നുണ്ടാവും. അത് 16 കമ്പനിയുടെ 16 റാങ്കുകളിൽ 2ാമത്തെ റാങ്ക് മാത്രമാണ് സ്റ്റാർ 250. അത്തരത്തിൽ പല റാങ്കുകൾ, അത്തരത്തിൽ ഒരു 9 റാങ്കുകൾ പിന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്രോർപതി ആവാൻ പറ്റുന്നുണ്ടാവും. സ്റ്റാർ 50, സ്റ്റാർ 500, സ്റ്റാർ 1000, റൂബി തുടങ്ങിയ 9ാമത്തെ റാങ്ക് എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന റാങ്കിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ 1 കോടി രൂപ നിങ്ങളുടെ ബാങ്കിലേക്ക് സമ്പാദിച്ചുകൊണ്ട് ഒരു ക്രോർപതി ഈ ഒരു ഫേമായിട്ട്, ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് നിങ്ങൾക്ക് ഒരു ക്രോർപതി ആവാൻ സാധിക്കുന്നുണ്ടാവും. ഇത് പോസിബിൾ ആണോ എന്ന് പല ആളുകൾക്കും, എന്നെ കേൾക്കുന്ന പല ആളുകൾക്കും തോന്നുന്നുണ്ടാവും. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, പോസിബിൾ ആണ്. കാരണം 2024 ഡിസംബർ 28 കണക്കാണ് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഈ ഒരു ചെറിയ രാജ്യത്ത് നിന്നും മാത്രം 100 ക്രോർപതീസിനെ 100 ക്രോർപതീസിനെ ബിൽഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തൊരു ഫേമാണ് വൈബ്രന്റ് വിവ എന്ന് പറയുന്നത്. നമുക്ക് അഭിമാനിക്കാം. അതിൽ നിന്നും 23 പേര് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രമാണ്. സോ ഈ കമ്പനി എടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 2030 100 എന്നുള്ളത് 1000 ക്രോർപതീസിനെ ബിൽഡ് ചെയ്യുന്നുള്ള വലിയൊരു വിഷനോട് കൂടിയിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. സോ എന്റെ ചോദ്യം, ആർ യു റെഡി ടു ബി വൺ എമംഗ് ദം? ആ 1000-ൽ ഒരാൾ ആവാനായിട്ട് 2030 ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്രോർപതി ആവാനായിട്ട് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സോ ഇറ്റ്സ് നൈദർ ടാലന്റ് നോർ ലക്ക്, ബട്ട് ദ decision to start that helps shapes your destiny. ഒരിക്കലും നിങ്ങളുടെ ടാലന്റോ ലക്കോ അല്ല, മറിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ ആണ് നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. ഈ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്ഡ് എന്ന് ആന്റണി റോബിൻസ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ക്രോർപതിയായിട്ട് മാറാൻ സാധിക്കുന്നുണ്ടാവും. എങ്ങനെ ഒരു ബ്രാൻഡ് ന്യൂ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങളുടെ സ്പോൺസർ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം, കോൺട്രാക്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വായിക്കാൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വായിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം ആ കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ KYC, KYDC ഡോക്യുമെന്റ്സ്
വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ഓപ്പൺ ചെയ്യാം. അതിലൂടെ നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്രാഞ്ചൈസി ഓണർഷിപ്പ് നേടാൻ സാധിക്കുന്നതാണ്. ഇന്ന് തന്നെ ഒരു 12 പ്രൊഡക്റ്റുകളുടെ ടേൺ ഓവർ ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു റൈറ്റ് കരിയർ ഇവിടെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതിലൂടെ ഈ പറയുന്ന 9 സ്റ്റെപ്പുകൾ നിങ്ങളുടെ ടീമിന്റെയും നിങ്ങളുടെ ഈ ഒരു വൈബ്രന്റ് വ്യൂ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഹെൽപ്പോടുകൂടി ബിൽഡ് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ഒരു വൈകിയ വേളയിലും ഒരു ബെറ്റർ ലക്ക്, ഒരു ഗുഡ് ലക്ക് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ യൂട്യൂബിലും സൂമിലും ഒക്കെ ഈ ഒരു ലൈവ് വാച്ച് ചെയ്ത എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ഈ ഒരു വീഡിയോ ലേറ്റർ യൂട്യൂബിൽ കാണുന്ന ആളുകളാണെങ്കിലും ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലൈവിന്റെ താഴെ കമന്റ് ബോക്സിൽ ഞാൻ എന്റെ കോൺടാക്ട് നമ്പർ പിൻ ചെയ്ത് വെക്കാം. കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 24/7 ഏത് സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു വൈകിയ വേളയിൽ എല്ലാവർക്കും വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. So have a nice day. Good night. Thank you so much.